ഏതോ ജന്മകൽപ്പന ഈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, പുറത്തുകൊണ്ട് അമ്മായി എന്നെ വിളിക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് എൻ്റെ റൂമിലോട്ടൊന്ന് ഒളിച്ചിരിക്കുമോ പ്ലീസ്, പ്രീതി ചേച്ചി വന്നില്ല, സാറിനെ കണ്ട പ്രശ്നമാവും സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ നിർബന്ധിച്ച് ശ്രുതിയുടെ റൂമിലോട്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെ നടന്നു വരുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ എങ്കിയോട് നമ്മുടെ അമ്മായി പറയുന്നുണ്ട് കേട്ടോ, ശ്രുതിയാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷത്തിനൊക്കെ പോയിട്ട് ലേറ്റായി വന്ന് കിടക്കുന്നതായിരിക്കും, ഞാൻ ശ്രുതി ഇപ്പം വിളിക്കാന്ന് പറഞ്ഞിട്ട് അമ്മായി ശ്രുതി എന്ന് വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തോട്ട് പോവാട്ടോ. ശ്രുതിയാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ മാതിരി ഇങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് സാറ് അന്വേഷിക്കുന്നുണ്ട്, ന്യൂ ഇയർ വിഷയം വേണ്ടി വിളിക്കുമെന്ന് പറയുന്നുണ്ട്. സാറോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് എൻ്റെ അടുത്ത് പോയിട്ട്, സാറ് ന്യൂ ഇയർ വിഷയം വേണ്ടിയിട്ട് വന്നതാണോ, ഇത്രയും ബുദ്ധിമുട്ടി എന്നെ വിഷയം വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, എനിക്കത്ര ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമുള്ളവരെ വിഷ് ചെയ്യാനായിട്ട് എനിക്കത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല എന്ന് പറഞ്ഞിട്ട് ബൊക്കെ കൊടുത്ത് ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുക കേട്ടോ നമ്മുടെ ശ്രുതിനെ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണേലും ശരി സാർ എന്തൊക്കെയുണ്ട് വിശേഷമൊന്നും നമ്മുടെ എനിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പ്രത്യേകിച്ച് വിശേഷമൊന്നും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ ശ്രുതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. പക്ഷേത്തേനും ശ്രുതി പിന്നെ പറയുന്നുണ്ട്, പ്രീതി ചേച്ചിയാണെങ്കിൽ തലവേദനിച്ചിട്ട് പ്രീതി ചേച്ചി കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ ശരി എന്നൊക്കെ പറഞ്ഞ് ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ എനിക്ക് തന്നെ അവിടെ നിന്ന് പോവാട്ടോ, എനിക്ക് പോവാട്ടോ. എന്നിട്ട് പെട്ടെന്ന് അമ്മായി ഡോർ അടയ്ക്കും കേട്ടോ. അപ്പത്തേനും നമ്മുടെ എനിക്ക് തിരിച്ച് വരാനായിട്ട് നിൽക്കുമ്പോഴത്തേനും ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു പോവാട്ടോ. അപ്പത്തേനും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓടിച്ചാടി നമ്മുടെ പിന്നെ ആശിന്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പത്തേനും നമ്മുടെ അമ്മായി ചോദിക്കുന്നുണ്ട്, പ്രീതിക്ക് എന്താന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. അതൊന്നുമില്ല അമ്മായി പ്രീതി ചേച്ചി കിടക്കുക, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, എന്നാ പിന്നെ നീ പോയി കിടന്നോ, നീ എന്തിനാ ആലോചിച്ചുകൊണ്ട് നിൽക്കണെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പത്തേനും ഇല്ല. അപ്പത്തേനും നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് വട്ടുണ്ടെങ്കിലും ആള് പാവമെന്ന് തോന്നുന്നല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മളെ വിഷയം ഇത്ര ദൂരേന്ന് ഈ രാത്രിയിൽ വന്നല്ലോ എന്ന് ചോദിക്കട്ടെ അമ്മായി. അപ്പൊ പറയണ എന്നൊക്കെ പറയട്ടാ. അപ്പത്തേനും പ്രീതി ചേച്ചി നീ പോയി കിടന്ന് ഉറങ്ങിക്കോന്ന് അമ്മായി പറയുന്നുണ്ട്. അപ്പത്തേനും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അകത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായിയാണെങ്കിൽ നിർബന്ധിച്ച് റൂമിൻ്റെ അകത്ത് പോയി നമ്മുടെ പ്രീതിയാന്ന് വിചാരിച്ച് നമ്മുടെ അശ്വിൻ അവിടെ കട്ടിൽ കിടക്കുമല്ലേ, നമ്മുടെ അശ്വിൻ്റെ അടുത്ത് കിടത്തുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒതുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് നീ കിടക്ക്, എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കാൻ പോകുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, വേണ്ട അമ്മായി ലൈറ്റ് ഓഫ് ചെയ്യണ്ടെന്ന് പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് വേറെ അസുഖമൊന്നുമില്ല, പകർച്ചവ്യാധിയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അവളുടെ അടുത്ത് ചേർന്നല്ലേ കിടക്കുന്നത്, പിന്നെ നീ എന്ത് ഇപ്പൊ ഇങ്ങനെ അകന്ന് കിടക്കുന്ന, പോയി അടുത്ത് കിടക്കുന്ന പറയും നമ്മുടെ അമ്മായിയാണ് പിടിച്ച് തോട്ട് ഇങ്ങനെ കിടത്തുന്നുണ്ട്. എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മായി റൂമൊക്കെ അടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതി അറിയാണ്ട് കിടന്ന് കുറച്ചങ്ങ് ഉറങ്ങി പോവാട്ടോ. ഉറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ അശ്വിനാണ് പതി എഴുന്നേറ്റ് നമ്മുടെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കാട്ടോ. അപ്പത്തേനും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ അശ്വിനാണെങ്കിൽ. അപ്പത്തേനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്നു കേട്ടോ. കണ്ണു തുറന്നിട്ട്, നിങ്ങൾ പോയില്ലേ ഇതുവരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ കഴിച്ചു കൂട്ടാനാണോ നിങ്ങളെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, നിന്റെ പറച്ചിലായിട്ട് ഞാനിവിടെ താമസിക്കാൻ വന്നതുപോലെ ആകാശ് വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണം, നിങ്ങൾ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിന്റെ വട്ട് പിടിച്ച അമ്മായി ഉണ്ടല്ലോ, അമ്മായിയാണെങ്കിൽ പുറത്ത് കാണുമായിരിക്കും, ഞാൻ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അശ്വിനെ. അപ്പത്തേന് നമ്മുടെ അശ്വിന്റെ ഫോണിലോട്ട് കോൾ വരും കേട്ടോ. കോൾ വരുന്നത് നമ്മുടെ ആകാശ് വിളിക്കാട്ടോ. അപ്പത്തേനും പെട്ടെന്ന് പതിയെ ഫോൺ എടുക്കുന്ന നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ചേട്ടൻ ഞാൻ ഇവിടെ വന്നു എന്ന് പറയും. നമ്മുടെ ആശി പറയുന്നുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാട്ടോ. പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, സാർ പതിയെ പോണേന്ന് പറയട്ടോ. അപ്പത്തിന് അശ്വിൻ പറയുന്നുണ്ട്, നിനക്കൊന്ന് ഞാൻ വെച്ചിട്ടുണ്ടെടി എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി പറഞ്ഞിട്ട് പോവാട്ടോ അശ്വിൻ അവിടെ നിന്ന്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിലും എന്തോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണ് നമ്മുടെ ആകാശം അശ്വിനും കൂടെ ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ ആകാശ് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എങ്ങനെയാ പ്രീതിയുടെ അകത്ത് ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, അതെന്റെ ഫോൺ ഞാൻ മറന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി പോയതാന്ന് പറയുന്നുണ്ട്. എന്ന് ചോദിക്കുന്ന, ചേട്ടന്റെ കയ്യിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പത്തേനും പെട്ടെന്ന് നമ്മുടെ അശ്വിൻ ആലോചിക്കുന്ന സമയത്ത് ഒരുമിച്ച് അടുത്ത് കിടന്നില്ലേ, അപ്പം നമ്മുടെ ശ്രുതിയുടെ ഡ്രസ്സ് നമ്മുടെ അശ്വിന്റെ കയ്യിൽ ഇങ്ങനെ കൊളുത്തിയായിരുന്നു. അപ്പത്തേനും അതിന് കുറച്ച് വലിച്ചെടുത്ത സമയത്ത് കുറച്ച് ഡ്രസ്സിന്റെ ഭാഗം നമ്മുടെ അശ്വിന്റെ വാച്ചിലായിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. അപ്പത്തേനും നമ്മുടെ അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മുടെ ആകാശിനോട് പറയുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും കാരണം നീയാണ്, നീ കാരണം ഞാൻ എന്തെല്ലാം ഫേസ് ചെയ്യേണ്ട വന്നു എന്നറിയാവോ,
എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട് അത് ചേട്ടാ ഇന്ന് നല്ലൊരു ദിവസമല്ലേ ചേട്ടാ, പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നത് നിനക്കിന്ന് നല്ല ദിവസം, എനിക്കിന്ന് നല്ല ദിവസം ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആകാശാണ് മിണ്ടാതിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി സാർ അശ്വിൻ സാർ എങ്ങനെയാ വീട്ടിനകത്ത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ആ ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരണം ചേച്ചിക്കെന്ന് പറയാം, അയാൾ നശിപ്പിച്ചു, എൻ്റെ ഈ ഒരു വർഷം അയാൾ നശിപ്പിച്ചു, അയാൾ മനഃപൂർവ്വം വന്ന് കയറരുത്, ഞാൻ പറയുന്നത് ചേച്ചി എടുത്ത് അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അയാൾ പോകുന്നു, അയാൾ മനഃപൂർവ്വം ഇത് ചെയ്താന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പ്രീതി ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കൈ നിന്റെ ഡ്രസ്സ് എന്താ കീറിയിരിക്കുന്നത്. അപ്പത്തേനും നമ്മുടെ ശ്രുതി നോക്കുമ്പോഴത്തേനും ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ, രണ്ടുപേരും കൈ ഇങ്ങനെ അശ്വിന്റെ വാച്ചിലായതും പിടിച്ച് വലിക്കുന്നത് ആ സമയത്ത് കീറിയെന്ന് നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ അശ്വിനോട് വീണ്ടും ദേഷ്യം കൂടി കേട്ടോ. കൈ നോക്കിയിട്ട് പറയട്ടോ, അയാൾ ചെയ്യട്ടെ അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ അശ്വിനോട് ഭയങ്കര ദേഷ്യം അങ്ങനെ കൂടി കൂടി വരിക കേട്ടാ. എന്നിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഓക്കെ അത് വിട്ട, അങ്ങയുടെ കാര്യം ആലോചിച്ച് എനിക്ക് വട്ട് പിടിക്കും. ആ ചേച്ചി പറ, ആകാശ് സാറുമായിട്ട് പുറത്തു പോയപ്പോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആകാശ് സാർ നിങ്ങള് ഹഗ്ഗൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും പ്രീതി പറയുന്നുണ്ട്, എന്താ ഒന്നും സംസാരിക്കാൻ കൂടി പറ്റിയില്ല, ഇവിടെ പേ ടെൻഷൻ്റെ ഇതിൽ ഒന്നും സംസാരിക്കാൻ കൂടി പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഹഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കിടന്ന് ഉറങ്ങുന്നു പറയും കേട്ടാ. എന്നിട്ട് നമ്മുടെ പ്രീതി കിടക്കുക. അപ്പത്തേനും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ അശ്വിന്റെ കാര്യം ആലോചിച്ച്. അപ്പത്തേനും അവിടെ കൃഷ്ണന്റെ ഫോട്ടോ അവിടെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ആ കുട്ടി കൃഷ്ണന്റെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ കുട്ടി കൃഷ്ണ ഞാൻ ശപഥം ചെയ്യുവാണ്, ഇനി ഈ പറഞ്ഞ ഒരു വർഷം അയാളെ ഞാനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ സമയത്തൊക്കെ എനിക്ക് വിജയം തന്നെ എന്റെ കൂടെ ഉണ്ടാവണേ കൃഷ്ണ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പ്രീതി അടുത്ത് പോയിട്ട് പറഞ്ഞു, നിനക്കെന്താ നിന്റെ ശബ്ദവും എല്ലാം കഴിഞ്ഞെങ്കിൽ വന്ന് കിടന്നുറങ്ങുന്നു പറയുക കേട്ടാ. അപ്പത്തേനും നമ്മുടെ പ്രീതിയാണെങ്കിൽ കിടക്കടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്രുതിയെ കിടത്തുക കേട്ടാ. കിടത്തിട്ട് ഉറങ്ങുന്നു പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുക കേട്ടാ. അങ്ങനെ നമ്മുടെ ശ്രുതി കിടന്നുറങ്ങാം കേട്ടാ. പ്രീതിയും പോയി കിടന്നുറങ്ങാം. എന്നിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ആശിനോട് പറയുന്നുണ്ട്, താങ്ക്സ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രീതിയെ കാണാനൊക്കെ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല എനിക്കിപ്പം കുറവുണ്ടോന്ന് അറിയത്തില്ലല്ലോ, തലവേദനയെന്ന് പറഞ്ഞതല്ലേ. അപ്പത്തേനും പറയണ്ട, അവന് ഒരു തലവേദനയില്ല, അവൻ അവിടെ വന്നിരുന്നു ശ്രുതിനെ ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട്. ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും വാ നിനക്ക് തെളിവ് സഹിതം ഞാൻ കേൾപ്പിച്ചു തരാന്ന് പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ എൻകെയാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കണ്ടു. എന്നിട്ട് നമ്മുടെ എൻകെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, കഥവ് തുറന്ന സമയത്ത് ശ്രുതിയെ കാണാൻ പറ്റിയില്ലല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഓട്ടനെ നമ്മുടെ എനിക്കാണെങ്കിൽ കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങുക കേട്ടോ ഇങ്ങനെ. അപ്പത്തേനും നമ്മുടെ അശ്വിനും ആകാശും കൂടെ റൂമിന്റെ അകത്തോട്ട് കയറുക. എന്നിട്ട് പറയുന്നുണ്ട്, ആകാശ് നീ പ്രീതിയെ കണ്ടല്ലോ അല്ലേ ഇന്ന്. അപ്പത്തേനും പെട്ടെന്ന് നമ്മുടെ എനിക്ക് ചാടി കഴിഞ്ഞിട്ട് അവൻ പ്രീതി കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, അപ്പൊ ഉറങ്ങില്ലല്ലേ, നിങ്ങൾ എപ്പോഴാ വന്നത്. അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് വന്നതിന് കുറച്ച് മുമ്പായിട്ട് അവിടുന്ന് വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ പോയില്ല, സത്യം പറയാം നമ്മളെ ഫൂൾ ആക്കല്ലേ, താൻ അവിടെ വന്നിട്ട് ശ്രുതിയോട് ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, ഇല്ല ഞാൻ വന്നില്ല, ഞാൻ നടക്കാൻ ഇറങ്ങില്ല. അപ്പത്തേനും പറയുന്നുണ്ട്, ഓ പിന്നെ 15 കിലോമീറ്റർ നടന്ന് ശ്രുതിയുടെ വീട് വരെ നടക്കാൻ പോവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും താൻ എനിക്ക് അവിടെ വന്നത് ഞങ്ങളെ കണ്ടു, അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ എനിക്കൊക്കെ എന്തായാലും താൻ അവിടെ വന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പത്തേനും തന്റെ കള്ളക്കളിയൊക്കെ പുറത്തായത് എല്ലാം നമ്മുടെ ആകാശിനും അശ്വിനൊക്കെ മനസ്സിലായി, നമ്മുടെ എനിക്കൊക്കെ മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മുടെ എനിക്കാണെങ്കിൽ ആകെ ചമ്മി അവിടെ ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.